ഹലോ അസ്സലാമലൈക്കും. ജൂബീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റമദാനിനെ കുറച്ച് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ് ഇന്നിങ്ങനെ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ വ്ളോഗൊന്ന് കണ്ടാലോ. അങ്ങനെ ഒരു ഈവനിങ് വൈകിട്ടാണ് ഞാൻ നമ്മുടെ കിച്ചണിലോട്ട് വരുന്നത്. അങ്ങനെ പത്തിരിക്കുള്ള വെള്ളമൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ അതിലേക്ക് ഇറങ്ങി ഒന്ന് വൃത്തിയായി കിട്ടും നമ്മൾ ചിക്കനൊക്കെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പത്തിരിക്കുള്ള വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്തിരി ഉപ്പിട്ടിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് ആ തിളച്ച വെള്ളത്തിലേക്കാണ് പിന്നെ ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ പൊടിയൊന്ന് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ വെള്ളം കൂടി പോവരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ ലൂസായി പിന്നെ വെള്ളം കയറിയിട്ട് പിന്നെ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വെള്ളവും പൊടിയും ഏകദേശം ഒരു ലെവലിൽ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ആകുമ്പോൾ നമുക്കത് നല്ല ടൈറ്റായി നന്നായി സോഫ്റ്റായിട്ട് നമ്മൾ പൊടി കിട്ടും കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ പത്തിരി മാവൊക്കെ ഇവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് ആവിലിരിക്കട്ടെ. ഇതിന് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തിരിമാവൊക്കെ ഒന്ന് ചൂടാകാൻ വേണ്ടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി കുഴച്ച് പത്തിരി ആക്കി എടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ട് സവാള ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് നേരെ ഒരു കറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പിന്നെ നമ്മളിന്ന് ഒരു വൈകിട്ട് സ്നാക്സായിട്ട് ഉള്ളിവടയും അതുപോലെ സമൂസയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നമ്മളിത് പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്കിത് കുറച്ച് ലോങ് ആകുമ്പോൾ കാണാനും ഒരു ബോറടിക്കേണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇക്ക വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഞാനിവിടെ ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയുന്നുണ്ട്. അപ്പോൾ ഇക്ക എനിക്ക് നോമ്പിന് തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒറ്റക്കാണ് പണിയൊക്കെ എടുക്കാൻ. നമ്മളിപ്പോൾ ഒറ്റ വീടായല്ലോ. അപ്പോൾ നമുക്ക് ആരുമില്ല, നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. അപ്പോൾ ഇക്ക എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് എനിക്കുണ്ട് കേട്ടോ. കിച്ചൺ ഡ്യൂട്ടിയിലൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്യലുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ നന്നായി അരിഞ്ഞിട്ട് ഇതാ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുക്കറൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയ്ക്ക് ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഏതായാലും നമ്മൾ കറി ഇവിടെ നമ്മളിത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഇനി പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, പെട്ടെന്ന് ഓടിച്ച് പോവുകയാണ് വീഡിയോ ഒക്കെ. അപ്പോൾ ഇവിടെ ഇതൊരു ഏകദേശം ഒരു 15ാമത്തെ നോമ്പിൻ്റെ ദിവസത്തിലാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഫസ്റ്റ് മുതൽ ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ പത്തിരിയും അതുപോലെ ചിക്കൻ വറുത്തരിച്ച കറിയും പിന്നെ അതുപോലെ നമ്മൾ നമ്മൾ മുളകിട്ടതും അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചതും ഇങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടൊക്കെയാണ് നമ്മൾ നോമ്പ് ഇതുപോലെ കഴിഞ്ഞു പോയത്. അപ്പോൾ നമുക്ക് പത്തിരി മസ്റ്റാണ്. അതുപോലെ വറുത്തരിക്കണം ചിക്കന്, എന്നാലാണ് അതിൽക്കൊരു മസ്റ്റായിട്ടൊരു ടേസ്റ്റും കൂടി ഉണ്ടാകല്. അപ്പോൾ നമ്മുടെ കറിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇത്രയും ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് ഫസ്റ്റ് മുതൽ എല്ലാ ദിവസവും വരെ നമ്മൾ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് പൊരിച്ചുണ്ടാക്കണം. കടികൾ പൊരിക്കുന്നത് മസ്റ്റാണ്. അതുപോലെ പത്തിരും മസ്റ്റാണ്. നമ്മൾ തറവാട്ട് വീട്ടിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് മുതൽ എൻഡ് വരെ പത്തിരിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ബീഫ് കറിയും വറുത്തരിച്ച കറി അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത്രയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇക്കും മസ്റ്റാണ്, പത്തിരി തന്നെ വേണം. ദോശയൊന്നും ആൾക്ക് പറ്റില്ല. അപ്പോൾ എനിക്കും അങ്ങനെ ദോശയൊന്നും ഇഷ്ടമല്ല. ചിലർ കാണാം ഇഡ്ഡലി വെള്ളപ്പം ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കും അത് പറഞ്ഞുകൊണ്ട് പിടിക്കണില്ല. അപ്പോൾ ഞാനും ഈ ഉള്ള ദിവസങ്ങൾ ഇനി അങ്ങോട്ടും പത്തിരി തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സിമ്പിളാണ് കേട്ടോ. എനിക്ക് നല്ല സിമ്പിളായിട്ട് എൻ്റെ പത്തിരി പണിയൊക്കെ എനിക്ക് യൂസാണ് തോന്നുന്നത്. പിന്നെ ഞാനിങ്ങനെ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ക്ലീനിങ്ങും ഉണ്ട് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പണിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് ക്ലീനിങ് ചെയ്യും. അപ്പോൾ എനിക്കത് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. പിന്നെ വൈറ്റ് ആകുമ്പോൾ നമ്മൾ കറികളായതും അതുപോലെ എണ്ണയൊക്കെ ആയതൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചിട്ട് പിന്നെ അത് പോകാൻ ഭയങ്കര പണിയും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാവും പിന്നെയുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തുണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഒരു ശീല പിടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെയൊക്കെ എന്നെപ്പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മളെ പത്തിരിൻ്റെ മാവക്കട ഉരുളാക്കി അതിന് സെറ്റാക്കാൻ പോയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഇടയ്ക്ക് സമൂസക്കുള്ള ഉള്ളിയൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയമൊക്കെ പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്പീഡാക്കണം. അപ്പോൾ ഞാനിവിടെ സമൂസക്കുള്ള സവാളൊക്കെ ഇവിടെ നന്നായി വയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആയിട്ടോ. പത്തിരി ഇവിടെ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് വറുത്തരിച്ചു. ചിക്കൻ കറി ഇവിടെ സെറ്റായി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ലീഫ് നമ്മളെ സമൂസ ലീഫൊക്കെ ഇവിടെ പൊരിച്ച് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. പിന്നെ മോൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ലീഫിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ നിറച്ച് സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് പൊരിക്കാനും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പച്ചും മോനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ ഇവിടെ കട്ടക്ക് നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്കെല്ലാം നമ്മളെ കൊണ്ട് കഴിയണമെന്നില്ല. നമ്മൾക്ക് നോമ്പിൻ്റെ ക്ഷീണവും വീട്ടിലെ പണികളും അതുപോലെ ഈ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവരും കൂടി ഉണ്ടായതുകൊണ്ട് മാഷാഅല്ലാഹ് നല്ലൊരു എന്താ പറയുക, നമുക്ക് സമയം പോകുന്നത് അറിയില്ല. എന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നമ്മളെ നോമ്പറക്കലും എല്ലാം നല്ല രീതിയിൽ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഇവിടെ നന്നായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് സമൂസയും അതുപോലെ ഇക്കൻ്റെ സ്പെഷ്യലാണ് ഉള്ളിവട. അപ്പോൾ ഉള്ളിവട ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമൂസയൊക്കെ ഇവിടെ പൊരിച്ചിട്ട് നമ്മൾ നന്നായി ചിക്കൻ സമൂസയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊരിച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോനെ അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടി പെട്ടെന്ന് ചെടപെടാച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊരിച്ചൊക്കെ കഴിഞ്ഞു. നമ്മൾ പാത്രത്തേക്കൊക്കെ സെർവ് ചെയ്തു. ഇനി നമുക്ക് പത്തിരിയും കൂടി കുറച്ചും കൂടി വേവിക്കാനുണ്ട്. അപ്പോൾ അത് വെന്ത് നമ്മൾ പത്തിരി പണി എടുക്കണ ഇടയിൽ കൂടി തന്നെ ഇക്ക എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇക്കൻ്റെ സ്പെഷ്യൽ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ അറിയുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വീടായപ്പോൾ ഏകദേശം കുറേയൊക്കെ പിടുത്തം കിട്ടിയിട്ടോ. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നോടൊന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. ഫസ്റ്റ് ടൈം ആളൊക്കെ ഈ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്തത് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുന്തിരിയും അതുപോലെ നമ്മൾ കാഷ്യൂനട്ടൊക്കെ എല്ലാം കൂടി കൂട്ടി നന്നായി വറുത്തിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറാവണ വരെ ഒന്ന് വറുത്തിട്ട് പിന്നെ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി കൂടുമ്പോഴാണ് ഒന്ന് ടേസ്റ്റ് കിട്ടില്ലേ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കുന്നത് തരി കാഴ്ചയെന്ന് പറയും. നമ്മളിവിടെ പായസമല്ല, ഇത് തരിയാണ്. നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കുന്ന തരി കാഴ്ച എന്നാണ് ഇതിന് പറയില്ല. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സാധനം നമ്മൾ തറവാട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇക്കൻ്റെ സ്പെഷ്യലായിട്ട് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മോൻ അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അവനിക്കും കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വരും കുട്ടികളൊക്കെ കേട്ടോ. അങ്ങനെ ഇക്കയുടെ സ്പെഷ്യലൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പത്തിരി പണി ഏകദേശം ഇവിടെ കഴിയാറായി. നമ്മളൊരു കാസറോൾ നിറച്ചിട്ടൊക്കെ ഒരുപാട് പത്തിരി ഉണ്ടാക്കി വെക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ഈ പത്തിരി പണിയോടെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എല്ലാം അപ്പോൾ സെറ്റായിക്കൊണ്ടായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കണം. പിന്നെ അതുപോലെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇനി നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിക്ക് ഇവിടെ നന്നായി പൊള്ളിച്ച് തന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ എല്ലാവർക്കും പത്തിരി ആയാൽ മതി കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മുത്താഴത്തിനൊക്കെ നമ്മൾ കഴിക്കുന്നത് പത്തിരി തന്നെയാണ്. പിന്നെ ചോറ് വെക്കും, അപ്പോൾ ചോറും കഴിക്കും. പിന്നെ അതിലേക്കുള്ള കറികളും മീൻ പൊരിക്കുന്നതും അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ നമ്മുടെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സമാമാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ സമാമ നമ്മൾ പെട്ടെന്ന് ജ്യൂസ് അടിക്കുക, പെട്ടെന്ന് കുടിക്കുക. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അത് കയ്പ്പ് വരും കേട്ടോ.
അപ്പോൾ മോന് ഫ്രൂട്ട്സൊക്കെ വെട്ടി തരികയാണ് ജ്യൂസ് അടിക്കാനത്. മോനും ഇപ്പച്ചിയൊക്കെയാണ് ഇതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കല്. ഫ്രൂട്ട്സ് കാര്യങ്ങളും ജ്യൂസ് അടിക്കലൊക്കെ ഇവർ രണ്ടാളും കൂടിയാണ്. അതിനൊക്കെ ഞാൻ പിന്നെ പോകാറില്ല കേട്ടോ, അവർ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്യൽ. പിന്നെ ലൈമ് ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഇക്കയും അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ വെറൈറ്റി ജ്യൂസുകളാണ് ഫ്രൂട്ട്സായിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാറ് കേട്ടോ. അപ്പോൾ ബാങ്ക് വിളിക്കാനായി. അപ്പോൾ ഞാനിതാ ഈത്തപ്പഴമൊക്കെ ഇവിടെ നമ്മൾ പാത്രത്തിൽ സെറ്റ് ചെയ്ത് മാഷമിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം ഏകദേശം ഫ്രിഡ്ജിൽ വെച്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടാണ് നമ്മളിതാ പുതിയ പാത്രത്തിൽ ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ റമദാനായതിൻ്റെ ഫസ്റ്റിൽ വാങ്ങിച്ചൊരു പാത്രമാണ്. ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ റമദാനോട് അനുബന്ധിച്ച് ഞാൻ ഒരുപാട് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു നോമ്പിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രങ്ങളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ നമ്മൾ ഇതിലൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നമ്മൾ മേശയിൽ കൊണ്ടുപോയി വെച്ച് സെറ്റ് ചെയ്ത് നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി പോകാനാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഇത് അവിടെ ഇക്കയുടെ സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്താണ് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കണം. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ജ്യൂസെല്ലാം അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഉള്ളിവടയും അതുപോലെ നമ്മുടെ എല്ലാ ഐറ്റംസും കൂടി ഇവിടെ ഇനി മേശപ്പുറത്ത് വന്ന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ജ്യൂസുണ്ട്, പിന്നെ പോരാത്തതിന് നമ്മൾ സ്പെഷ്യൽ തരിക്കഞ്ഞും കൂടി ഉണ്ട്. അപ്പോൾ കട്ട് ഫ്രൂട്ട്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കൻ സമൂസ സ്പെഷ്യലാണ്. അങ്ങനെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്താ ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്താ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു നോമ്പിന് നമ്മളെ കൂടെ തന്നെ. അപ്പോൾ ഉമ്മയും നമ്മളെല്ലാവരും കൂടിയാണ് നോമ്പ് തുറക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് മാഷാഅല്ലാഹ് ഭയങ്കര ഒരു സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാ നോമ്പുകളും നമ്മൾ തുറക്കാറ്. കാരണം നമ്മൾ റമദാൻ ഓരോ നോമ്പും നമുക്ക് സ്പെഷ്യലാണ്. അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള തരിക്കഞ്ഞൊക്കെ നമ്മൾ കുടിച്ച് നോക്കി. പക്ഷേ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ സമൂസ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ എൻ്റെ വേറൊരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു വെറൈറ്റി ഒരു ഇൻഗ്രീഡിയൻസും ഇടാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിവടയും അതുപോലെ സമാമ ജ്യൂസും എല്ലാം പിന്നെ തരിക്കഞ്ഞും ഒക്കെ എല്ലാം ഇവിടെ നമ്മൾ വയറ് നിറച്ച് നമ്മൾ മാഷാഅല്ലാഹ് നമ്മുടെ ഓരോ റമദാൻ നമുക്ക് അത്രത്തോളം മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ നോമ്പ് തുറന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ. നമ്മളെല്ലാം റമദാനും നമുക്ക് ഇതുപോലെ മുന്നോട്ട് നല്ല രീതിയിൽ പോവട്ടെ. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.